നമസ്കാരം. ഞാൻ രാജേഷ് മലർകണ്ടി. ബഡ്ജറ്റ് ഹോം സീരീസിൽ പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഒരു വീടിൻ്റെ നിർമ്മാണവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. പ്ലാന് നല്ലതായിരിക്കണമെന്ന്, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യണമെന്ന്. അതുപോലെ തന്നെ പ്രധാനമാണ് ഒരുപാട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചുമരുകളെല്ലാം ഒഴിവാക്കുക എന്നത്. ചില വീടുകളെല്ലാം കാണാം, ഒട്ടേറെ ക്രോസ് വാൾസ്, ഒരുപാട് ചുമരുകൾ ആ വീടിനുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, ഫൗണ്ടേഷനൊക്കെ ഇടുന്ന സമയത്ത് കൂടുതൽ ചിലവ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല, ഇതിൻ്റെ സൂപ്പർ സ്ട്രക്ചർ വാൾ ചെയ്യുമ്പോഴും അതിൻ്റെ പ്ലാസ്റ്ററിങ്ങുകൾ, അതിന് അങ്ങനെയുള്ള കുറേ റൂംസിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് അതിലേക്ക് വിൻഡോസുകളും അതുപോലെ മറ്റു ഓപ്പണിങ്ങുകളൊക്കെ വരുന്ന സമയത്ത് അതിന് വേണ്ട കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് ഇലക്ട്രിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് ചുമര് ചുറ്റിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അഡീഷണൽ ചിലവുകൾ കുറയണമെങ്കിൽ നമുക്ക് ചുമരുകൾ കുറയണം. വലിയ ഓപ്പണിങ്ങുകളെല്ലാം ചെയ്യുകയാണെങ്കിൽ ചിലവ് കൂടും. കാരണം അതിൻ്റെ ബീംസൊക്കെ കൂടുതൽ വലിയ സൈസിൽ വേണ്ടി വരും, റീൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ ചിലവാകും. അപ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. വളരെ ചെറിയ ചെറിയ ചുമരുകൾ ഒഴിവാക്കി കുറച്ച് വലിയ ഓപ്പണിങ്ങുകളെല്ലാം ചെയ്തുകൊണ്ട് റൂമുകളുടെ ഇടയിലുള്ള ഒരുപാട് വേണ്ടാത്ത പാർട്ടീഷൻസുകൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ബഡ്ജറ്റ് കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ പാർട്ടീഷൻസ് തന്നെ, നമ്മൾ ചുമരുകൾ തന്നെ ലിൻഡൽ ഹൈറ്റിലൊക്കെ ചില ഓപ്പണിങ്ങുകൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ലിൻഡൽ, പിന്നെ ചുമര്, അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്ലാസ്റ്ററിങ്, ഇതൊക്കെ അഡീഷണൽ ചിലവ് കൂടുതലുണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഓപ്പണിങ്ങുകളെല്ലാം കുറച്ച് സ്ലാബ് ഹൈറ്റിലേക്കൊക്കെ ആക്കുകയാണെങ്കിൽ, കുറച്ച് ഉയരത്തിലാക്കുകയാണെങ്കിൽ ഇതിനിടയിൽ ഓപ്പണിങ് വലുതാവും, വീടിനുള്ളിൽ കൂടുതൽ നല്ല കാഴ്ച ഉണ്ടാവും. അതുപോലെ അതേസമയം തന്നെ നമുക്ക് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരുപാടുള്ള ചിലവുകൾ നമുക്ക് കുറഞ്ഞു കിട്ടും.